ഹലോ മക്കളെ, CM കിഡ് സ്കോളർഷിപ്പ് എക്സാമിൽ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒന്നാണ് ശൈലികൾ, അല്ലെ? അപ്പൊ ശൈലികൾ നമുക്ക് എന്തായാലും ചോദിക്കും. അപ്പൊ മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ശൈലികൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ വാച്യാർത്ഥത്തോട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും വിശേഷ അർത്ഥം സൂചിപ്പിക്കുന്ന പദച്ചേർച്ചയാണ് നമ്മുടെ ശൈലികൾ എന്ന് പറയുക. അപ്പൊ ശൈലികൾ ഒരു ഭാഷയിൽ ശൈലികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഷയിൽ അത്രയും സമ്പത്തായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ശൈലി എന്ന് പറയുക. അപ്പൊ ഒരുപാട് ശൈലികൾ മലയാളത്തിലുണ്ട്. അപ്പൊ അടി തൊട്ട് മുടിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ, അല്ലെ, മുഴുവനായിട്ടുള്ള കാര്യങ്ങളെയാണ് അടി തൊട്ട് മുടിവരെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അലകും പിടിയും മാറുക എന്ന് പറഞ്ഞാൽ മുഴുവൻ മാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാർത്ഥതയിലല്ലേ, വേറെ ആർക്കോ വേണ്ടി, അല്ലെ, വേറെ ആർക്കോ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ആർക്കാനോ വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിൽ, അല്ലെ, ഇരുട്ടാവുന്ന സമയത്ത്, അല്ലെ, ഓട്ട എന്ത് ചെയ്യുന്നു? ഇരുട്ടായിരിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. വെളിച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ? അവിടെ വെളിച്ചം വീഴില്ല. അപ്പൊ തൽക്കാലത്തേക്കുള്ള രക്ഷ നേടുന്നതിനാണ് ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുക എന്ന് പറയാ. ഊഴിയം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന്, അല്ലെ, പേരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറയില്ലേ, അതാണ് ഊഴിയം നടത്തുക. ഏടുകെട്ട് മീൻസ് പഠിത്തം മതിയാക്കുക എന്നുള്ള അർത്ഥമാണ്. കണ്ണിൽ മണ്ണിടുക എന്താണ്? കണ്ണിൽ മണ്ണിടുക ഇഷ്ടത്തോടെ അല്ലല്ലോ, അല്ലെ? അപ്പൊ ചതിക്കുന്നതിനെയാണ് നമ്മൾ കണ്ണിൽ മണ്ണിടുക എന്ന് പറയുന്നത്. പിന്നെ കച്ചുകെട്ടുക, തുനിയുക, അല്ലെ, എല്ലാത്തിനും തുനിഞ്ഞിറങ്ങി എന്നുള്ള അർത്ഥമാണ്. കലാശിക്കുക, അവസാനിക്കുക. കുളം കോരുക, നാശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. കുളം കോരുക, തോണ്ടെന്നൊക്കെ നമ്മൾ പറയും. കുഴിയിൽ ചാടിക്കുക, ചതിക്കാൻ, നമ്മൾ അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടിക്കുകയാണ്. ചിരട്ട എടുക്കുക മീൻസ് ദരിദ്രനാക്കുക എന്നുള്ള അർത്ഥമാണ്. നെല്ലിപ്പലക, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ പറയും, അല്ലെ? അവസാനം വരെ കണ്ടു എന്നാണ്. കേളികൊട്ട്, ആരംഭം കുറിക്കുക എന്നുള്ള അർത്ഥമാണ്. കാല് വാരുകയും ചതിക്കുക തന്നെയാണ്. ഗതികെട്ട പുലി പുല്ലും തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അക്കടി പറ്റുക, അപകടം പറ്റുക. വളം വെച്ച് കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക. അകമ്പടി സേവിക്കുക, അംഗരക്ഷണം സംരക്ഷിക്കുക. അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി എന്നുള്ള അർത്ഥമാണ്. അംഗവും കാണാം, താളിയും ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് അംഗവും കാണാം, താളിയും ഓടിക്കുക എന്ന് പറയുന്നത്. പിന്നെ അജഗജാന്തര വ്യത്യാസം, അജം ഗജം, അല്ലെ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ വലിയ വ്യത്യാസത്തെയാണ് അജഗജാന്തര വ്യത്യാസം എന്ന് പറയുന്നത്. അടി തൊട്ട് മുടിവരെ, അല്ലെ, അടി മുതൽ മുടിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം. അരമനസ്, തൃപ്തിയില്ലായ്മ. ഊതിപ്പഴിപ്പിക്കുക, നിസ്സാരമായതിനെ വലുതാക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം സാധിക്കുന്നതിനെയാണ് പറയുന്നത്. കണ്ണീരും കൈ എന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ടല്ലേ, കണ്ണീരും കൈയും കൊണ്ട് എന്ത് ചെയ്യുന്നു? കാര്യം നേടുന്നു നമ്മൾ പറയാറുണ്ട്, അല്ലെ? കാട് കാട്ടുക മീൻസ് അബദ്ധം അല്ലെങ്കിൽ വഷളത്തരം കാട്ടുക എന്നുള്ളതിനെയാണ് കാട് കാട്ടുക എന്ന് പറയുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ശൈലികളാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.